നമുക്ക് ദൈവജനം നമുക്ക് ശ്രമിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. നല്ല ഒരു ആലോചനയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്കാണ് ഭോഷത്വം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ഭോഷത്വമായി കണക്കാക്കുന്നവർ എങ്ങനെയുള്ളവരാ? നശിച്ചു പോകുന്നവരാ. ചിലരെ ദൈവം നാശത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ നീതിയാണോ അത്? എന്നാൽ ബൈബിൾ പറയുന്നു ചിലരെ നാശത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്കൊരിക്കലും അവരെ സംബന്ധിച്ച് വേറൊരു വചനം പറയുന്നത് അവരെ പ്രാകൃത മനുഷ്യർ എന്നാ പറയുന്നത്. പ്രാകൃത മനുഷ്യർ ദൈവത്തിന്റെ ആലോചനയെ അംഗീകരിക്കുകയില്ല. അവർക്കത് ഭോഷത്വമാണ്. കാരണം അതിനുവേണ്ടി സൃഷ്ടിച്ചിരിക്കുക. അപ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്നു. അപ്പൊ നമുക്ക് ആ ദൈവശക്തി ഓരോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടാകണം. വേദപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ചിലരുടെ പഠനങ്ങളല്ല നമുക്ക് ആവശ്യം. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നുവോ അതിനനുസരിച്ച് തന്നെയാണ് പോകുന്നത്. ഹല്ലേലൂയ. ഈ അവസരം നമുക്ക് കർത്താവിന് സ്തോത്രം. നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു ദൈവജനം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് നമ്മുടെ ടിൻഡു ബ്രദർ പറഞ്ഞ നല്ല ആശയമാണ്. അതിനോട് ചേർന്ന് ഒരു ദൈവജനം നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഏതാ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം ദൈവശക്തിയാകുന്നു. അതിനോട് ചേർന്ന് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 1:16 വായിച്ച്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും നമുക്ക് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇതിൽ ആരാ പരാജയപ്പെട്ടത്? ആദ്യം യഹൂദൻ ഈ രക്ഷയുടെ പദ്ധതിയുമായിട്ട് സർവശക്തനായ ദൈവം രക്ഷയുടെ പദ്ധതി ഒരുക്കിയതാണ്. ആരാണ് രക്ഷകനായിട്ടുള്ളത്? യഹോവ തന്നെയാണ് അല്ലേ? പുത്രൻ രക്ഷിക്കുമെന്നല്ല ബൈബിളിൽ വചനം. ആര് രക്ഷിക്കുമെന്നാണ്? വാക്യം വായിച്ചേ. യെശയ്യാവ് 25:9 യഹോവ വന്നു രക്ഷിക്കും എന്ന് വ്യക്തമായിട്ട് അവിടെ വാക്യം കാണുകയാണ്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം. ഇതാ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരുടെ ദൈവമാണ്? ഇസ്രായേലിന്റെ ദൈവമാണ്. ഇതാ നമ്മുടെ ദൈവം. ഇസ്രായേലിന്റെ ദൈവം ആരാ? യഹോവയാണ്. യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല. അവനെ അത്രയും നമ്മുടെ ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് അവനെയാണ് നമ്മൾ കാത്തിരുന്നത്. അവൻ നമ്മളെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ. അവനെ എത്രയും കാത്തിരുന്നത്. അപ്പൊ യഹോവ വന്ന് രക്ഷിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ രക്ഷകനായിട്ട് വരുന്ന പുത്രൻ എന്നല്ല പ്രവാചകൻ പറയുന്നത്. ആരാ വരുന്നത്? യഹോവ തന്നെ, സൃഷ്ടിതാവായ ദൈവം തന്നെ വന്ന് രക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ രക്ഷയുടെ സന്ദേശമാണ് നാം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇപ്പൊ വായിച്ച എത്രയാ? 9. അതിന്റെ മുകളിലോട്ടൊന്ന് വായിച്ചേ. അതിനോട്ട് വായിച്ചേ. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. ആരുടെ രക്ഷയിൽ? ശ്രദ്ധിക്കുക, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. കേവലം വിഡ്ഢികളായി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് യാത്ര ചെയ്യേണ്ടവരല്ല നമ്മള്. അപ്പോൾ യഹോവ രക്ഷിക്കാൻ വരുമെന്നും അവന്റെ രക്ഷയിൽ വേണം നമുക്ക് സന്തോഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ സന്തോഷം നടന്നോ? യഹോവ രക്ഷിക്കാൻ വന്നപ്പോ ആ സന്തോഷം ഉണ്ടായോ? ഉണ്ടായി. വാക്യം ലൂക്കോസ് 2:10 വായിച്ചു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ
രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ആ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആരാ ജനിച്ചിരിക്കുന്നത്? കർത്താവായ ക്രിസ്തു. ഇവൻ ആരാണ്? ഇവൻ കർത്താവാണ്. ഇവൻ ആരാണ്? ഇവൻ തന്നെയാണ് ക്രിസ്തു, വേറൊരുത്തനല്ല. പിന്നെ ഇവൻ ആരാണ്? ഇവൻ തന്നെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കും. യഹോവ തന്നെ രക്ഷകനായി വന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ഇതാണ് നമ്മുടെ സുവിശേഷം. ഇതിനെ വെല്ലുവിളിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ദുഷ്ടശക്തിക്കും ഇന്ന് വരെ കഴിയുകയുമില്ല. നമ്മൾ പ്രസംഗിക്കുന്ന കാര്യമാണ് സൃഷ്ടിതാവായ ഏക ദൈവം രക്ഷകനായി വന്ന ചരിത്രത്തെയാണ് നമ്മൾ ലോകത്തോട് വിളിച്ചറിയിക്കുന്നത്. സൃഷ്ടിതാവായ ദൈവം തന്റെ വലതുഭാഗത്തുണ്ടായിരുന്ന പുത്രനെ കൂടെ നീ പോയി ചാകട, എനിക്ക് ചാകാനൊന്നും പറ്റില്ല, ഞാൻ പ്രായമൊക്കെ ആയിട്ടിരിക്കില്ലേ, നരച്ച മുടിയൊക്കെ ആയിട്ട് എനിക്ക് ക്ഷീണമായി, അതുകൊണ്ട് ഞാൻ എടുത്തോളാം, നീ പോയി രക്ഷിച്ചു എന്ന് പറഞ്ഞ് തന്റെ വലതുവശത്തിരുന്ന പുത്രനെ ഇവിടെ തള്ളിവിട്ടതല്ല. ആണോ? അല്ല, ദൈവം തന്നെ നമ്മളെ രക്ഷിച്ചു. അവൻ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പദ്ധതി തയ്യാറാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ദൈവം പറയുന്നത് അവൻ തന്റെ ജനത്തെ, വായിച്ചു മത്തായിയുടെ സുവിശേഷം 1:21. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്നുള്ളതിന്റെ പേരിന്റെ അർത്ഥം എന്തുവാ? ആര് രക്ഷിക്കും? അവനാരാ? ആരുടെയാണോ ജനം, ആരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിതാവ് തന്റെ ജനത്തെ രക്ഷിക്കാൻ പോകുന്നു. അവൻ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹോവ രക്ഷകൻ, സൃഷ്ടിതാവായവൻ രക്ഷകൻ. അതാണ് നമ്മുടെ സുവിശേഷം. ഈ സുവിശേഷമാണ് ലോകത്തോട് അറിയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലതുഭാഗത്ത് അങ്ങനെ വാക്യമില്ല. ദൈവത്തിന്റെ വലതുവശമൊന്നും വാക്യമില്ല, വചനമില്ല, ബൈബിളിലില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ പറയുന്നത്? അവന്റെ വലതുവശത്ത് പുത്രൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അതാണ് മലയാളത്തിൽ ഉള്ള അങ്ങനെ ഒരു വാക്ക്. ദൈവത്തിന്റെ വലതുവശത്ത് പുത്രൻ ഇരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ വലതുവശത്താണ് ഈ പുത്രൻ ഇരിക്കുന്നതെങ്കിൽ പുത്രന്റെ ഏത് വശത്താ പിതാവിരിക്കുന്നത്? ഇടതുവശത്താ. ഒരിക്കൽ ഇടതുവശത്തുള്ളവര്, യേശുവിന്റെ ഇടതുവശത്തുള്ളവര് എങ്ങനെ വിളിക്കുമെന്നാ ബൈബിൾ പറയുന്നത്? ശപിക്കപ്പെട്ടവരെ എന്ന് വിട്ടുപോകുവിൻ. പിതാവ് ശപിക്കപ്പെട്ടവരാണ്. വലതുവശത്ത് പുത്രൻ, ഇടതുവശത്ത് പിതാവ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലതുവശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബന്ധക്കോസുകാരും കത്തോലിക്ക തുടങ്ങി ബന്ധക്കോസുകാരും പറഞ്ഞവരെ പഠിപ്പിച്ച ആ ദുരുപദേശമല്ല അതിന്റെ ശരി. ദൈവത്തിനൊരു വലതുവശവും ഇല്ല, ഇടതുവശവും ഇല്ല. പിന്നെ ദൈവത്തിന്റെ വലതുവശം എന്ന് മലയാളത്തിലേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നത്? റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വലങ്കരത്തിന്മേൽ. ദൈവത്തിന്റെ വലങ്കരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന് വലങ്കരമുണ്ടോ? ബൈബിൾ അത് വായിക്കുമ്പോൾ ദൈവം ആത്മാവാണ്. ആത്മാവിന് വലതുവശവും ഇല്ല, ഇടതുവശവും ഇല്ല. ആത്മാവിന് വലങ്കരവും ഇല്ല, ഇടങ്കരവും ഇല്ല. നമുക്ക് പരിചയമുള്ള വർണ്ണനകൾ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഇവിടുത്തെ ഒരു തൃത്വ പാസ്റ്റർ, ഒരു ബന്ധക്കോസിന്റെ പാസ്റ്റർ, 3 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പാസ്റ്റർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് തൃത്വം തെളിയിക്കാനായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വലതുവശത്ത് ദൈവപുത്രൻ ഇരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി വാക്യമില്ലേ? ഞാൻ പറഞ്ഞ അങ്ങനെ ഇല്ല. പുള്ളി വായിച്ചു. ഇത് പിന്നെന്താ? ഞാൻ പറഞ്ഞത് നന്നായിട്ട് വായിക്കേ. അതിന്റെ പുള്ളിയുടെ ഇംഗ്ലീഷും മലയാളം കൊണ്ടുള്ള ബൈബിളാണ്. ആ ഇംഗ്ലീഷിന്റെ വായിക്കേ. അതിനകത്ത് റൈറ്റ് സൈഡ് എന്നല്ല, റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന്. മനസ്സിലായില്ലേ? ഇതാണ് പിശാച് ഇവരുടെ മനസ്സിനെ കുരുടാക്കുന്നത്. ഞാൻ ചോദിച്ചു, ശരി, ഞാൻ നിങ്ങൾ പറയുന്നത് അങ്ങ് അംഗീകരിച്ചു, ദൈവത്തിന് വലതുവശം ഉണ്ടെന്ന് അങ്ങ് ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ വലതുവശം എന്ന് വിശ്വസിക്കുന്നു? എന്നോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, ബൈബിൾ പഠിപ്പിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ ഞാൻ എടുത്തു ചോദിച്ചു, ബൈബിൾ എന്തെല്ലാം പഠിപ്പിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവോ? ഉടനെ നെഞ്ചത്ത് കൈയടിച്ചോണ്ട് പറയൂ, ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നുവോ അതെല്ലാം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഈ പാസ്റ്ററോട് ചോദിച്ചു, ആ പാസ്റ്റർ ഇന്നും കൊച്ചിയിലുണ്ട് കേട്ടോ,
എന്നോട് നമുക്ക് ഒരു ദിവസം കാര്യങ്ങൾ ചെയ്യാവുന്ന വർഷങ്ങളായി. ഇപ്പൊ കാണുമ്പോൾ കൈ പൊക്കി കാണിക്കും, ചോദിച്ചാൽ സുഖമായിരിക്കും എന്ന് മാത്രം പറയും. കാരണം ബൈബിളിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ യേശു നാമത്തില് ഒരു വീട്ടിൽ ചെന്ന് തൃത്വം തെളിയിക്കാനായിട്ട് പുള്ളിയുടെ ശിഷ്യന്മാരുമായിട്ട് വന്നതാണ്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നു. എന്നാലുള്ള സംഭാഷണം. ബൈബിൾ അങ്ങനെ വിശ്വസിക്കുന്നുവോ? ഒരുപക്ഷെ ഇതുകൊണ്ട് അദ്ദേഹം കേൾക്കും. നമ്മൾ ലൈവ് ഉള്ളതുകൊണ്ട് കേൾക്കണം. കാരണം ബൈബിൾ പറയുന്ന എന്തും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ചങ്കത്ത് കൈവച്ച് ബൈബിൾ എന്ന് പറയുന്നു അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, ദൈവത്തിന് ചിറകുണ്ടോ? ദൈവത്തിന് ചിറകുണ്ടോ? ജോയി പാഷ എന്താ ഈ വിഡിത്തം പറയുന്നത്? ദൈവത്തിന് ചിറകുണ്ടോ എന്നാ ചോദിക്കുന്നത്? ദൈവത്തിന് ചിറകുണ്ടോ? ദൈവത്തിന് എങ്ങനെ ചിറകുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു ബൈബിൾ പറയുന്നു ദൈവത്തിന് ചിറകുണ്ടെന്ന്. പറഞ്ഞ എവിടെ? ഞാൻ പറഞ്ഞു അവന്റെ ചിറകിൻ നിഴലിൽ നിങ്ങൾ ശരണം പ്രാപിക്കും. അത്യുന്നതന്റെ ചിറകിൻ നിഴൽ. അപ്പൊ അത്യുന്നതനായ ദൈവത്തിന് ചിറകില്ലേ? ഒരക്ഷരം ഈ പണ്ഡിതൻ മിണ്ടിയില്ല. ദൈവത്തിന്റെ ചിറക് എന്ന് പറഞ്ഞാൽ ഈ പപ്പന്തോ എന്ന് പറഞ്ഞാൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ നിങ്ങൾ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇടജാതി ഇവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റരുത് എന്നാണ് റോമലേഖനം പറയുന്നത്. അക്ഷയനായ ദൈവത്തിന് ചിറകുണ്ടെന്ന് പറഞ്ഞാൽ പാത്തത്താറാവിനെ പോലെ നടക്കുന്ന ഒരു താറാവല്ല. അത്യുന്നതനായ ദൈവത്തിന് ചിറകുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയെ പോലെയല്ല. പിന്നെ എന്തിനു വേണ്ടി ഈ ചിറകെന്ന് പറയുന്നു? ദൈവത്തിന്റെ സംരക്ഷണം. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്ന പോലെ എനിക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കേണ്ടതിന് നമ്മുടെ പരിചയമുള്ള വർണ്ണനകൾ കൊണ്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയല്ല ഓരോ ആളത്തം കൊടുത്തങ്ങ് ആക്കുക. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ ആത്മീയ അർത്ഥം എന്താ? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആത്മീയ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കത്തോലിക്ക കണ്ടുപിടിച്ച ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്താ? ഒരു കുഞ്ഞാടിനെ കൈപിടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ 4 കാലും 1 വാലുമുള്ള എന്നലയ്ക്കുന്ന ഒരു കുഞ്ഞാടാണോ? അല്ല. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഴയ നിയമകാലത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കുഞ്ഞാടുകളെ ഉപയോഗിച്ചതുപോലെ ഒരു യാഗ വസ്തുവാണ് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ. ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിന്റെ വാക്യമുണ്ടോ? വായിക്കേ. കുഞ്ഞാട് സിംഹാസനത്തിന്റെ നടുവിലായിരിക്കുന്നു. വാക്യമുണ്ട്, വായിക്കേ. ആ സിംഹാസനം നടുവിലുണ്ടോ? സിംഹാസനത്തിന്റെ നടുവിലുള്ള ദൈവത്തിന്റെ കുഞ്ഞാടെന്നുണ്ട് വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ. ഹല്ലേലൂയ. അവിടെയല്ല, പിന്നെ പ്രദീപ് വെളിപ്പാട് പുസ്തകം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഏഴിന്റെ 14 വായിച്ചു നോക്കി. ഇവിടെയാണോ? അതല്ലേ. സിംഹാസനത്തിന്റെ നടുവിലുള്ള ദൈവത്തിന്റെ കുഞ്ഞാട് അവനെ മേയ്ക്കും എന്ന വാക്യം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. 7:9 വായിച്ചേ. ഇതിനുശേഷം സകലജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്ക് പെണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയിൽ ധരിച്ച് കയ്യിൽ കുത്തോലമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന അത്യുച്ചത്തിൽ ആർച്ചുകൊണ്ടിരുന്നു. എവിടെയായിരിക്കുന്നത്? സിംഹാസനത്തിലിരിക്കുന്നവനായ. സിംഹാസനം ആരായിരിക്കുന്നത്? ദൈവവും കുഞ്ഞാടും. അതിന്റെ ഇനി പ്രതി വായിച്ചു നമുക്ക് വായിച്ചു. 22-ാം അധ്യായം വായിച്ചു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. സിംഹാസനം ആയിരിക്കുന്ന ഒന്ന് പോലെ വായിച്ചു. വീതിയുടെ നടുവിൽ ദൈവവും കുഞ്ഞാടെന്ന് പറയുന്ന പുത്രൻ
രണ്ട് വ്യക്തികളാണെന്ന് പഠിപ്പിക്കുന്ന തൃത്വക്കാരോട് ചോദിക്കണം. ദൈവവും കുഞ്ഞാടും രണ്ട് വ്യക്തികളാണെങ്കിൽ എത്ര സിംഹാസനം കാണണം? രണ്ട് സിംഹാസനം കാണണം. ഇവിടെ ദൈവവും കുഞ്ഞാടും വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളിലല്ല, സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും അത് 12 വിധം ഫലം കഴിക്കും. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ അതിന്റെ അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആരെ ആരാധിക്കും? കുഞ്ഞാട്. അത് തന്നെ, അതാണ് 7:15. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട്. അപ്പൊ പിതാവ് വേറൊരാളാണെങ്കിൽ മധ്യ കയറി കുഞ്ഞാടിരുന്ന പിതാവ് എവിടെ ഇരിക്കും? ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കല്ലേ? അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവവും കുഞ്ഞാടും എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തിയല്ല, ദൈവത്തിൽ തന്നെയുള്ള ഒരു രക്ഷയുടെ പദ്ധതി എടുത്ത് കാണിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവില്ലാത്തവന് മനസ്സിലാവുകയില്ല. അതിന് പരിശുദ്ധാത്മ പ്രാപിക്കണം. പരിശുദ്ധാത്മ പ്രാപിക്കണം എന്ത് ചെയ്യണം? പത്രോസിന്റെ പ്രസംഗം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാണോ? അത് കുഞ്ഞാട് മാത്രമല്ല, ദൈവവും കുഞ്ഞാടുമായവനാണ്. അത് തെളിയിക്കാൻ ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി വാക്യങ്ങളുണ്ട്. പാട്ടൊന്ന് പഠിക്കുക. ദൈവ കുഞ്ഞാടവൻ യോഗ്യൻ എന്നുള്ള പാട്ടൊന്ന് അറിയാമോ? ദൈവ കുഞ്ഞാടവൻ യോഗ്യൻ, മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്തെ പരിശുദ്ധയ സഭയിൽ. സ്തുതിച്ചിടം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ പരിശുദ്ധ ദയ ലഭിച്ചോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യ രാഗമീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യ രാഗമീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. അപ്പൊ ദൈവവും കുഞ്ഞാടും രണ്ട് വ്യക്തികളല്ല, രണ്ട് വ്യക്തികൾ എന്നുള്ള പഠനം ബാബിലോണിൽ നിന്ന് ഒരു ദുഷ്ടൻ, ഒരു കൊലപാതകനായിരിക്കുന്ന കുസ്തന്തീനോസ് കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തിട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസ്തുകാരുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ദുരുപദേശമാണ്. കത്തോലിക്ക സഭ അതല്ലേ? കത്തോലിക്ക സഭയെ കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? എന്തോ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വെളിപ്പാട് ദിവസം 17. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതകളുടെ മാതാവെന്നാണ്. ഇവള് മ്ലേച്ഛത മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, സത്യദൈവത്തെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നും മാതാവിന്റെ പുറകെ നടക്കുക. നന്മ നിറഞ്ഞ പറയുന്നത് നിനക്ക് ഗുസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുകരിക്കപ്പെടാകുന്നു. എവിടെ ചെന്നാലും അന്ത്യോസ് പുണ്യാറിന്റെ വിഗ്രഹത്തിന്റെ അവിടെ ചെന്നാലും എന്താ പറയുന്നത്? നന്മ. അവിടെ ചെന്ന് പുള്ളിയാറിന്റെ വിഗ്രഹം വെച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനുള്ളത് എന്തുവാ? നന്മ നിറഞ്ഞ പറയുന്നത് നിനക്ക് സ്വസ്ത്രീ, കർത്താവിനോട് കൂടെ. എവിടെ സ്ത്രീകളിൽ നീ അനുകരിക്കപ്പെട്ടവളാകും. ഈ പുള്ളിയെ സ്ത്രീയാക്കി തീർക്കുക അല്ലേ? അപ്പോ യഥാർത്ഥത്തിൽ മാതാവാണ് കത്തോലിക്ക സഭ. ഈ മാതാവിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവര് മുഴുവൻ മാതാവിന്റെ പുത്രിമാരായി ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ കക്ഷത്തിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അവളുമായി കൂട്ടുകൂടരുത്. അവളുടെ പാപങ്ങളിൽ നിങ്ങൾ ഓഹരിക്കാരാകരുത്. നിങ്ങൾ അവളെ വിട്ട് ഓടിപ്പോകണം എന്ന് ദൈവസഭയോട് സ്വർഗം കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനൊക്കെ മനസ്സിലാക്കണ ഈ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടാകും.
അപ്പോ ദൈവവും കുഞ്ഞാടും രണ്ട് വ്യക്തികൾ അല്ല എന്ന് ഒരു കാര്യം നമ്മൾ വായിച്ചത് എന്താ? ദൈവത്തിനും കുഞ്ഞാടിനും ഒരു സിംഹാസനമുണ്ട്. ദൈവവും കുഞ്ഞാടും എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവം ആ സർവ്വ സൃഷ്ടിതാവ് തന്നെയാണ്, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിതാവ് തന്നെയാണ് രക്ഷകൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗം മാത്രം. ഇനിയും തെളിയിക്കാം, ഒത്തിരി ഉണ്ട് കേട്ടോ, 100 കണക്കിന് നമുക്ക് തെളിവ് കൊടുക്കാം. ഇവിടെ തൃത്തക്കാരുടെ നോക്ക് അവർക്ക് മനസ്സിലാകുകയില്ല, എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെന്ന് പ്രാപിച്ച് അത് അനുഭവിച്ചറിഞ്ഞവന് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. വായിച്ച വെളിപ്പാട് ദിവസം 4-ാം അധ്യായം. ഞാനൊരു വിഷയം സംസാരിക്കാൻ വന്നെങ്കിലും നമ്മുടെ ടിൻഡു പറഞ്ഞ നല്ല ഒരു ആശയമായിരുന്നു, അതിനോട് ചേർന്ന് സംസാരിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ആയി പോയതാണ്. അത് നല്ല കാര്യമാണ്. വെളിപ്പാട് 4-ാം അധ്യായം 1 മുതൽ വായിച്ചേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ സ്വർഗത്തിൽ എത്ര വാതിലുണ്ട്? ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്. എത്രയാ വായിക്കുന്നത്? വായിച്ചു. ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. അത് വായിച്ച് പൂർത്തീകരിച്ചില്ല. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാഥ പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. അവിടെയാണ് സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത്. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വെച്ച് വായിക്കണ്ട, നമുക്ക് പയ്യെ പോയാൽ മതി. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? അങ്ങനെ വന്നു യോഹന്നാനാ പറഞ്ഞത്. അതിന് ഒന്നുകൂടെ വിശദീകരണം കൊടുത്ത ആര് പറഞ്ഞു? കണ്ടവനാ പറഞ്ഞത്. സ്വർഗത്തിലെ ദർശനം കണ്ടവൻ പറയുക, സ്വർഗത്തിൽ ഒറ്റ സിംഹാസനമേ ഉള്ളൂ, സിംഹാസനത്തിൽ ഒരുവനായി ഉള്ളൂ എന്ന് കണ്ടവൻ പറയുക. കാണാത്തവൻ ഇവിടെ കിടന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്ര പേരുണ്ട്? 3 പേരിരിപ്പുണ്ടെന്ന്. സ്വർഗത്തിൽ 3 സിംഹാസനവും 3 പേർ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് കാണാത്തവൻ പറയുന്നു. കണ്ടവൻ എന്താ പറയുന്നത്? ഒരുവൻ ഇരിക്കുന്നു. ഒരു സിംഹാസനം വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഇനി കണ്ടത് പിതാവാണെന്ന് അവിടെ പറയുന്നുണ്ടോ? തത്വക്കാരനെ പഠിപ്പിക്കലനുസരിച്ച് അത് പിതാവെന്നാ പറയുന്നത്. നമ്മളത് അംഗീകരിക്കാൻ പറ്റോ? പിതാവാണെന്ന് തന്നെ നമുക്ക് അംഗീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വായിക്കേണ്ട രീതിയിൽ വായിക്കുകയും പഠിക്കേണ്ട വിധത്തിൽ പഠിക്കണമെന്നുള്ളത്. വായിച്ചേ. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും. ഇപ്പൊ ഇരിക്കുന്നവൻ പിതാവ് നല്ലെന്ന് പറയുന്നത് അല്ലേ? എന്നാൽ പിതാവ് നമുക്ക് പലതരത്തിലുള്ള തെളിവ് കൊടുക്കാം. അവര് പിതാവ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് അവർക്ക് അറിയത്തില്ല. അവര് പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരുത്തൻ ഇരിക്കുന്നു, അതിന്റെ കൂടെ പുത്രൻ പലവശത്ത് എപ്പോഴും ഇങ്ങനെ വലകൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. ഇവിടെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പൽപ്പരാഗത്തോടും സദൃശ്യൻ. സൂര്യകാന്തത്തോടും പൽപ്പരാഗത്തോടും സദൃശ്യൻ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് നോക്കുന്നു, വളരെ ഏറ്റവും അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം നമ്മുടെ ടിൻഡു സഹോദരനും എൽദോസ് ബ്രദറുമായിരിക്കുന്നത്. കണ്ണിന് അല്പം കാഴ്ച കുറവാണെങ്കിലും ഇരിപ്പ് കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നു? ടിൻഡു ആണ്. അത് നമ്മുടെ എൽദോസ് ബ്രദറാണെന്ന് അത് തോന്നും അല്ലെ? കാഴ്ചക്ക് എൽദോസ് ബ്രദറിനെ പോലെ തോന്നുന്നു, അല്ലെ ഇന്നയാളെ പോലെ തോന്നുന്നു പറയാം. ഇവിടെ കാഴ്ചക്ക് എന്താ തോന്നുന്നത്? സൂര്യകാന്തത്തോടും പൽപ്പരാഗത്തോടും സദൃശ്യൻ. എന്താണ് സൂര്യകാന്തം? ഒരു രത്നക്കല്ലാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിവന്മയായി വെട്ടിത്തിളങ്ങുന്ന ഒരു രത്നക്കല്ലിനെയാണ് സൂര്യകാന്തം എന്ന് പറയുന്നത്. പൽപ്പരാഗം എന്ന് പറഞ്ഞാലോ കടുഞ്ചുവപ്പുള്ള രത്നക്കല്ലിനെ പൽപ്പരാഗത്തോട് സദൃശ്യപ്പെടുത്തി പറയുന്നു. അപ്പോൾ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോട് പൽപ്പരാഗത്തോട് സദൃശ്യം എന്ന് പറഞ്ഞാൽ അതിന് വാക്യമുണ്ട് ഇല്ലേ? ഏതാ? ഉത്തമഗീതം 5:10 നോക്കിയേ. ഉത്തമഗീതം 5:10 നോക്കിയേ. ഹല്ലേലൂയ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ഇതാരെ കുറിച്ച് പറയുന്നതാ? യേശുവിനെ കുറിച്ച് പറയുന്നത് അല്ലേ? അത് ഇവിടുത്തെ തൃപ്തക്കാരും സമ്മതിക്കും. യേശുവിനെ കുറിച്ചായി പറയുന്നു. എന്റെ പ്രിയൻ വെണ്മയും
ചുവപ്പുള്ളവൻ. ഇവിടെ യോഹന്നാൻ സ്വർഗത്തിൽ ചെന്ന് തന്റെ ആത്മാവ് സ്വർഗത്തിൽ ചെന്ന് നോക്കിയപ്പോൾ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും എന്ന് പറഞ്ഞാൽ അതിവെണ്മയായ രത്നക്കല്ല്, പത്മരാഗത്തോടും എന്ന് പറഞ്ഞാൽ കടും ചുവപ്പുള്ള രത്നക്കല്ല്. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ വെണ്മയും ചുവപ്പുള്ളവൻ. ഹല്ലേലൂയ. എന്റെ പ്രിയൻ അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. 10,000 അതിശ്രേഷ്ഠൻ. അവൻ വെണ്മയും ചുവപ്പുള്ളവൻ. വെണ്മയും ചുവപ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെണ്മ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ആരാ പരിശുദ്ധൻ? എവിടെ വാക്യം? അത് തന്നെ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ സൈന്യങ്ങളെ യഹോവേ നീ പരിശുദ്ധരാകുന്നു. എത്ര പരിശുദ്ധന്മാരുണ്ട്? ഒരൊറ്റ എന്താ ഹോളി വണ്ണെന്നാ പറയുന്നത്. ഏക പരിശുദ്ധൻ. 3 പരിശുദ്ധന്മാരില്ല. അത് സാത്താന്റെ പോക്കറ്റിൽ കിടക്കുന്ന ചരക്കാം. അങ്ങനെ സാത്താന്റെ ചരക്കൊന്നും ദൈവവൈദ്യനെ നീ കൊണ്ട് നടക്കണ്ട. അത് ചിലർക്ക് വെച്ചിട്ടുണ്ട്, അവർ കൊണ്ടുപോയിക്കോട്ടെ, അവര് ചുംബിക്കോട്ടെ, അവർ തലയിൽ വെച്ചോട്ടെ. നമുക്ക് ഏക ദൈവത്തെ ആരാധിച്ചാൽ മതി, അവന്റെ മഹത്വം മാത്രം പ്രാപിച്ചാൽ മതി. ഹല്ലേലൂയ. എന്താ? അവൻ വിശുദ്ധനാണെന്നാണ് വെണ്മ കാണിക്കുന്നത്. ചുവപ്പത്തിനെ കാണിക്കുന്നു, രക്തത്തെ കാണിക്കുന്നു, വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. വീണ്ടെടുപ്പിന് എന്താ ആവശ്യം? എന്താ വൈകുന്നതാ? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. പാപമോചനത്തിന് രക്തം ആവശ്യമാണ്. രക്തം ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഒരൊറ്റ മനുഷ്യന്റെ രക്തം കൊള്ളുകയല്ല. കാരണം എന്താ? പാപനിമിത്തം എല്ലാവരും പാപികളായി തീർന്നു. സകല മനുഷ്യരും വഴിതെറ്റിപ്പോയി. സകല മനുഷ്യരും ആദാമിന്റെ പാപത്തിൽ നിന്ന് മനുഷ്യവർഗം എല്ലാം പാപിയായി തീർന്നു. അവന്റെ രക്തവും പാപമായി തീർന്നു. പാപിയുടെ പാപത്തിന് പരിഹാരത്തിന് പാപമില്ലാത്ത രക്തം പോരാ. പാപമില്ലാത്ത രക്തമാണ് ആവശ്യം. പാപമുള്ള മനുഷ്യന്റെ രക്തം ആവശ്യം ഇല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഇവിടെ രക്തം ചൊരിയണമെന്നുള്ള ദൈവം പ്രമാണമുണ്ട്. അതിന് ദൈവം പിതാവ് എന്ത് ചെയ്തു? പറ, നമ്മളത് പഠിച്ചു പോകണം. പിതാവ് എന്ത് ചെയ്തു? വായിക്ക്. എപ്പറയോ 2:14 വായിച്ചു. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്. ആരാ ജഡരക്തങ്ങളോട് കൂടിയവരെ? മക്കൾ. മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാ? മനുഷ്യരെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും എന്നുള്ള പ്രയോഗത്തിൽ ആരായി? അവൻ. ഇത് മക്കളാണല്ലോ, മനുഷ്യരെല്ലാം മക്കളാണ്. അതുകൊണ്ട് മക്കൾ ജഡത്തോടും രക്തത്തോടും കൂടിയവരാകൊണ്ട് അവനും എന്ന് പറഞ്ഞാൽ അതിനൊറ്റ വാക്കുള്ള പിതാവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മതി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡത്തോടും രക്തത്തോടും കൂടിയവനായി വന്നു. ആര് ജഡത്തോടും രക്തത്തോടും കൂടിയവനായി വന്നു? പിതാവായ ദൈവം. പിതാവായ ദൈവത്തിന് ജഡമുണ്ടോ? ഇല്ല. രക്തമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ പാപം പരിഹരിക്കണമെങ്കിൽ എന്താ ആവശ്യമാണ്? ജഡവും രക്തവും ആവശ്യമാണ്. അതിന് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? ഫിലിപ്പിയ ലേഖനം എന്താ പറയുന്നത്? അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, മനുഷ്യ സാദൃശ്യത്തിലായി. 1 തിമോഥെയോസ് 3:16 എന്താ വായിക്കുന്നത്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളത്തിൽ ഇല്ലത് കേട്ടോ. മലയാളത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെടുന്നു. ഇംഗ്ലീഷിലും മറ്റുള്ള ഭാഷാന്തരങ്ങളിലെല്ലാം ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പം ജഡമില്ലാത്ത അല്ലെങ്കിൽ രക്തമില്ലാത്ത ദൈവം മനുഷ്യരെ വീണ്ടെടുക്കുവാൻ രക്തവും ജഡവുമായി കടന്നു വന്നു. ഒരു കുഞ്ഞാടിനെ പോലെ യാഗമാകാൻ അവൻ കടന്നു വന്നു. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. ഓ വാഴ്ത്തിടുന്നു 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 ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ
ഈ അവസരം യാക്കോബ സഭയിൽ ഒരു പാട്ടുണ്ട്. ഒരിക്കൽ ഞാൻ മദ്രാസിൽ നിന്ന് ട്രെയിനിന് വരികയാണ്. ട്രെയിൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു യാക്കോബ സഭയിലെ ഒരു അച്ഛനായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നോട് ചോദിച്ചു, ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എവിടെയാണ്? പറഞ്ഞ അച്ഛൻ ഈ ഏറിയ കണ്ടാ വന്നത്, നമ്മുടെ പിറവം ഭാഗത്ത് കണ്ടാ വന്നത്. ഞാൻ ചോദിച്ചു, എവിടെ പോയി? അല്ല, മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയത്. ഞാൻ അതൊക്കെ ചോദിച്ചു, ഏതാ ഒരു പാട്ടുണ്ട് യാക്കോക്കാർ പാടുന്നത്, സീനായി ഗിരി നിൻ സവിതേ വിറവുണ്ടു നാദാദേവേശ ഗിരിവാരിധി തരനാം നിന്നെ കന്യകയാം മറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിസ്തൃതമാക്കണമേ. ഞാൻ പാടുന്ന പോലൊന്നുമല്ല കേട്ടോ, അവർ നല്ല ട്യൂണിൽ പാടും. ട്യൂണില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പാട്ട് എന്താ ഞാൻ പറയേ, സീനായി ഗിരിനിൻ സവിതേ വിറവുണ്ടു നാദാദേവേശ ഗിരിവാരിധി ധരനാം നിന്നെ കന്യകയാം മറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിസ്തൃതമാക്കണമേ. ഈ പാട്ട് പാടി ചോദിച്ചു, അച്ഛാ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് അത് ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ തന്നെ പ്രത്യേക വിശദീകരണമൊന്നും ഇല്ല അച്ഛാന്ന് ചോദിച്ചു. പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിനകത്ത് സാരം അത്രയേ ഉള്ളൂ. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഇവരൊക്കെ ഇത്രയും പഠിച്ച് പറയുന്നുള്ളൂ. അവർ തന്നെ പാടുന്നതാ, സീനായി ഗിരി നിൻ സവിതേ വിറവുണ്ടു. സീനായി ഗിരി പർവ്വതം, സീനായി പർവ്വതം, ഗിരി എന്ന് പറഞ്ഞ പർവ്വതം, സീനായി പർവ്വതം, സീനായി ഗിരി നിൻ സവിതേ വിറവുണ്ടു. നിന്റെ സന്നിധിയിൽ സീനായി പർവ്വതം വിറച്ചു. ആരുടെ മുമ്പിലാ സീനായി പർവ്വതം വിറച്ചതായിട്ട് ബൈബിളിൽ വാക്ക് പറയുന്നത്? യഹോവ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ. നമുക്കറിയാം, അവിടെ വളരെ സ്ഥൂലമായതും തീ കത്തുന്നതും അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, എബ്രായ ലേഖനം പറയുന്നുണ്ട് അല്ലേ. ആ പർവ്വതം വിറച്ചതായിട്ട് നമുക്കറിയാം. വിറച്ചു, പർവ്വതം കുലുങ്ങി. ആരിറങ്ങിയപ്പോൾ? യഹോവയായ ദൈവം എന്ന് പറഞ്ഞ ഏക ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം വിറച്ചു. സീനായി ഗിരി നിൻ സവിതേ വിറവുണ്ടു നാദാ ദേവേശ. അല്ലയോ നാദാ, അല്ലയോ ദേവേശ, അല്ലയോ ദൈവമേ, നീ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം വിറച്ചു. സീനായി ഗിരി നിൻ സവിതേ വിറവുണ്ടു നാദാ ദേവേശ ഗിരിവാരിധി ധരനാം നിന്നെ. ഗിരി പർവ്വതം, വാരിധി സമുദ്രം, പർവ്വതങ്ങളും സമുദ്രവും വഹിക്കുന്ന നിന്നെ, ഗിരിവാരിധി ധരനാം നിന്നെ കന്യകയാം മറിയാമേന്തി. അല്ലയോ പിതാവായ ദൈവമേ, ആത്മാവായ ദൈവമേ, അങ്ങാണ് ഈ കന്യക മറിയുടെ ഉദരത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടതായിരുന്നു. സീനായി ഗിരി നിൻ സവിതേ വിറവുണ്ടു നാദാ ദേവേശ ഗിരിവാരിധി ധരനാം നിന്റെ കന്യകയാം മറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി. അതിന്റെ അർത്ഥം അറിയാമല്ലോ, വേഴ്ചപ്പെടാതവൾ. അവൾ മാന്യമായിട്ട് തന്നെ ഗർഭം ധരിച്ചെന്ന്. വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി. മറിയ തന്നെ പറഞ്ഞില്ലേ, നിന്നിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോവുക, നീ ഗർഭിണിയാവെന്ന് പറഞ്ഞാൽ മറിയ തെറ്റിപ്പോയി. കാരണം എന്താ? എങ്ങനെ അങ്ങനെ സാധിക്കും? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞ നീ വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ വരും. ആരാ പരിശുദ്ധാത്മാവ്? പരിശുദ്ധന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് ആരാ? പരിശുദ്ധൻ. സൈന്യങ്ങളെ ഹോ പരിശുദ്ധൻ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെയാണ്, അല്ല ആത്മാവിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞ് കന്യകയാം മറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിസ്തൃതമാക്കണമേ. ഈ സത്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കണം. അതാണ് നമ്മുടെ സുവിശേഷം. സർവശക്തനായ ഏകദൈവം മനുഷ്യരെ രക്ഷിക്കുവാൻ വേഷത്തിൽ മനുഷ്യരായി വന്നു. ആ ദൈവം തന്നെയാണ് ഇവിടെ വെളിപ്പെട്ടത് എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചറിയിക്കുന്നതാണ് സത്യസുവിശേഷം. പൂർണ്ണ സുവിശേഷം, പൂർണ്ണ സത്യസുവിശേഷം എന്ന് ബോർഡിൽ എഴുതി വെക്കുന്നതുകൊണ്ട് പൂർണ്ണ സുവിശേഷം ആകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് പുസ്തകം അവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അവൻ വെണ്മയും ചുവപ്പുള്ളവൻ. വെണ്മയും ചുവപ്പുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൻ പരിശുദ്ധനായ യഹോവയും രക്ഷകനായ കുഞ്ഞാടുവാണെന്ന്. അതല്ലേ? അവൻ നോക്കിയപ്പോൾ സൂര്യകാന്തത്തോട് പത്മനാഭത്തോട് സദൃശനായ ഒരുവരെയാണ് കണ്ടത്. ഹല്ലേലൂയ. വെണ്മയും ചുവപ്പുള്ളവനാണ്. അതാണ് നമ്മൾ മുമ്പേ വായിച്ച യെശയ്യാവ് 25:9. യഹോവ നിങ്ങളെ രക്ഷിക്കും. അവൻ യഹോവയായിരിക്കുമ്പോൾ, അവൻ പരിശുദ്ധനായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വരാൻ പോകുന്നു. ഈ സത്യത്തെ ലോകത്തോട് അറിയിക്കണം. ഒന്ന് വായിച്ചേ, യോഹന്നാൻ 8:24 വായിച്ചേ. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കണം? എങ്ങനെയുള്ളവൻ എന്നാ വിശ്വസിക്കേണ്ടത്? ഇംഗ്ലീഷ് ഉണ്ടോ? ഒന്നെടുത്ത് വായിച്ചു. നമ്മളൊന്നും ഇംഗ്ലീഷ് പണ്ഡിതന്മാരൊന്നും ആയിട്ടല്ല ദൈവം ഇത് വെളിപ്പെടുത്തിയത്. നമ്മൾ വലിയ പണ്ഡിതന്മാരൊന്നുമല്ല. ഹല്ലേലൂയ. I said therefore to you that ye shall die in your sins. For if ye believe not that I am He. I am he. ഞാൻ അവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ ഒന്ന് മനസ്സിൽ ഇരുന്നോളൂ ഈ വാക്യം. ഇല്ലേ? ഈ വാക്യം മനസ്സിൽ ഞാൻ അവനെന്ന് വിശ്വസിക്കണം. ആരെന്ന് വിശ്വസിക്കണം? ഞാൻ തന്നെ അവനെന്ന് വിശ്വസിക്കാത്തവൻ എല്ലാം ബന്ധക്കോസുകാരനാണെങ്കിലും അവൻ ഭാവിയാണെന്നാ ബൈബിൾ പറയുന്നത്. അവനെന്ന് വിശ്വസിക്കണം. എന്താ? ആരെന്ന് വിശ്വസിക്കണം? അതിന് എന്തെങ്കിലും ഒത്തുവാക്യമുണ്ടോ? യെശയ്യാവ് 52:6 വായിച്ചേ. 52:6 അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. യഹോവ പറയുക, അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അപ്പൊ നേരത്തെ അറിഞ്ഞിട്ടുള്ളതോ? അതെന്റെ നാമമല്ലേ? അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. ഭാവിയിൽ അറിയുന്ന കാര്യമാണ്. എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നതെന്ന് അവർ അന്നറിയും. ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നത് അന്നറിയും. അതും ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു. 52:6 അല്ലേ? അതല്ലേ? Therefore my people shall know my name. Therefore they shall know in that day that I am He. That I am He. ഞാൻ അവനാകുന്നുവെന്ന് അന്നാളിൽ എന്റെ ജനം അറിയും എന്ന് യഹോവ പറയുക. ഞാൻ അവനാകുന്നുവെന്ന്. ഏതാ മനസ്സിലാകുന്നുണ്ടോ? യേശു എന്താ പറയുന്നത്? ഞാനാകുന്നവൻ. യഹോവ എന്താ പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഏതാണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇവിടെ ഒന്നുകൊണ്ട് യഹോവ പറയുക ഞാനാകുന്നവൻ ഞാനാകുന്നു. അവിടെ ഒന്നുകൊണ്ട് യേശു പറയുക ഞാനാകുന്നവൻ ഞാനാകുന്നു. രണ്ട് ഞാനാകുന്നവനില്ല. ഇവിടെ ഒന്നുകൊണ്ട് യഹോവ പറയുക എന്താ? ഞാൻ അവനാകുന്നു എന്ന് യഹോവ പറയുക. യേശു അവിടെ ഒന്നുകൊണ്ട് പറയുക ഞാൻ അവനാകുന്നു. പിന്നെ ഒന്നുകൂടെ കൂട്ടി പറഞ്ഞു എന്താ? ഞാൻ അവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ? ഞാനാണ് യഹോവ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു യഹോവ എന്ന് വിശ്വസിക്കാത്തവൻ, യേശു മാത്രമാണ് ഏകദൈവം എന്ന് വിശ്വസിക്കാത്തവൻ എത്ര അന്യഭാഷ പറഞ്ഞാലും എത്ര വിശുദ്ധ ജീവൻ നയിച്ചാലും അവൻ പാപിയാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. അവൻ പാപിയാ. ഞാൻ അവനെന്ന് വിശ്വസിക്കാത്ത ഇനി ദൈവമക്കളായി തീരാൻ എന്താ ചെയ്തത്? ദൈവമക്കളായി തീരാൻ എന്താ ചെയ്തത്? യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. അതിന്റെ അർത്ഥം എന്തുവാ? എന്താ ആൽവിൻ? യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? പറഞ്ഞു. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയും ഞാൻ രക്ഷിക്കപ്പെടും. എന്നാൽ അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കറിയാം യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് മലയാളത്തിൽ കാണുമ്പോൾ നമ്മള് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, കർത്താവിന്റെ ഇടയിലാകുന്നു അല്ലേ? ഈ കർത്താവ് ആരാ? യഹോവ. യേശുവിനെ യഹോവ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ പാപങ്ങളിൽ മരിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് ആർക്കുണ്ടായി? പൗലോസിന് കിട്ടിയില്ലേ?
അവൻ നെഞ്ചുമൊക്കെ വിളിച്ച് അവൻ അധികാരപത്രം, മത നേതാക്കന്മാർ അധികാരപത്രവുമായിട്ട് എവിടെ വരെ പോയി? ദമസ്കോസിന്റെ പടിവാതിക്കൽ വരെ എത്തി. പടിവാതിക്കൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? ഒരു വലിയ വെളിച്ചം, സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം എന്നാ പറഞ്ഞല്ലേ? എടാ, സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചം ആരാ? സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അവിടെ സംഭവിച്ച. ഒരു വെളിച്ചം ഉദിച്ചു. അവൻ താഴെ വീണു, അല്ലേ? അവൻ താഴെ വീണപ്പോൾ ഒരു ശബ്ദം അവിടെ കേട്ടു. എന്താ? എന്താ? അങ്ങനെ കേട്ടു. എങ്കിലും അത് നമ്മൾ ഒരു വാക്ക് പോലും വിടരുത്. വാക്ക് വിട്ടു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. ഒന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 2 സ്ഥലങ്ങളിലുണ്ട് അത് വ്യക്തമായിട്ട്. 9-ാം അധ്യായത്തിലുണ്ട്. വായിച്ചു ചോദിച്ചോരാ. ഹല്ലേലൂയ. അവൻ പ്രയാണം ചെയ്ത് ഡെമസ്കോസിൽ സമീപിച്ചപ്പോൾ അതിന്റെ 4 വായിച്ചു. 9:3 പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും നീങ്ങി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. ഇതേ ഭാഗം തന്നെ മറ്റൊരിടത്തുണ്ട്. സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം വന്നത്, ഇല്ലേ? സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം അടിച്ചു, ചുറ്റി അടിച്ചു. വെളിച്ചം ചുറ്റി അടിച്ചത് ആ താഴെ വീണു. താഴെ വീണപ്പോൾ തനിക്കൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. ഇത് സത്യത്തിൽ ഈ സംഭവം വന്നപ്പോൾ ശൗലിന് അപ്പോൾ ഒരു ബോധ്യം ഉണ്ടായി. എന്താണെന്നറിയാമോ? ഈ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ആരാ? ഇത് വായിച്ചോ. ഇങ്ങനെ ചെയ്തൊരിക്കൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമാസ്കസിലേക്ക് യാത്ര പോകുമ്പോൾ അധികാരപത്രമൊക്കെ ഉണ്ട്, മനുഷ്യന്റെ അധികാരപത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊന്നും വലിയ കഥയില്ല. രാജാവെ, നാട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം, സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്തതിനെ ചുറ്റി പ്രകാശിക്കുന്നത്. ചുറ്റി അടിച്ചു. വായിച്ചോ. ഞങ്ങളെല്ലാവരും നിരത്തി വീണപ്പോൾ ശവലെ ശവലെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയിക്കുന്ന നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിക്കുന്നു. കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. മതി. ശൗലിന്റെ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഒരു വലിയ പ്രകാശം ചുറ്റിയടിച്ചപ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ സൂര്യനേക്കാൾ വെല്ലുന്ന പ്രകാശമുള്ളവൻ ആരാ? പിതാവായ യഹോവയായ ദൈവമാ. അതുകൂടാതെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ കർത്താവ് ഒന്നുകൂടെ ഉറപ്പിച്ചു. എന്താ വിളിച്ചത്? ശൗലേ ശൗലേ എന്ന് 2 പ്രാവശ്യം വിളിച്ചു. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. എന്താ? ഞാൻ 2 വട്ടം, അത് ഞാൻ യഹോവ എന്നെ, കർത്താവ് എന്നെ 1 വട്ടം എന്നെ വിളിച്ചു. ഞാൻ 2 വട്ടം കേട്ടിരിക്കുന്നു. ദൈവം വിളിച്ചാൽ 2 പ്രാവശ്യം നമ്മുടെ കാതുകളിൽ അത് വിടും. ശമൂവേലേ എന്ന് വിളിച്ചതേ ഉള്ളൂ. ശമൂവേലേ ശമൂവേലേ എന്ന് 3 പ്രാവശ്യം വിളിയുണ്ടായി, അല്ലേ? ശമൂവേലേ ശമൂവേലേ, അബ്രഹാമേ അബ്രഹാമേ, മോശേ മോശേ. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച ആ ശബ്ദം ആർക്ക് പരിചയമുണ്ട്? ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ശൗലിന് പരിചയമുണ്ട്. അതുപോലെ മോശേ മോശേ എന്ന് വിളിച്ച ശബ്ദം ഈ ന്യായപ്രമാണത്തെ കുറിച്ച് അറിയാവുന്ന പൗലോസിനറിയാം. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച ശബ്ദം പൗലോസിനറിയാം. അതേ വിളിയുടെ ശബ്ദം ഈ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്റെ കാതിൽ മുഴങ്ങിയപ്പോൾ താൻ താഴെ വീണു. കർത്താവേ, ഇത് നീ ആരാകുമെന്ന് കർത്താവ് എന്ന് ചോദിച്ചു. കാരണം കർത്താവ് പറഞ്ഞെന്തുവാ? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇവിടെ ആരെയും ഉപദ്രവിച്ചത്? കർത്താവിനെ ഉപദ്രവിച്ചോ? ഇല്ല. വ്യാജമൊക്കെ പറഞ്ഞു നടക്കുന്നു എന്ന് പറയുന്ന കുറച്ച് വിശ്വാസികൾ യേശുനാമക്കാരെ അവിടെ ഉപദ്രവിച്ചത്, അല്ലേ? യേശുനാമക്കാരെ അവിടെ ഉപദ്രവിച്ചത്. യേശുനാമക്കാരെ ഉപദ്രവിച്ചത് യേശുവിനെ ചോദിച്ചത്. നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? യേശുനാമക്കാരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? തല യേശുവും ശരീരം തന്റെ ശരീരവും തന്റെ സഭയുമാണ്. തന്റെ സഭയാകുന്ന ശരീരത്തിൽ ഒരുത്തം വന്ന് നമുക്കൊരൊറ്റ ഇടി ഇടിച്ചു. അപ്പൊ തല ചോദിക്കുക, നീ എന്തിനാണ് എന്നെ ഇടിച്ചത്? അത് ഞാൻ നിന്നെ ഇടിച്ചില്ല, ഞാൻ ഇവിടെ അല്ല ഇടിച്ചു. നമ്മുടെ ശരീരത്തിൽ ഇടിച്ചിട്ട് അത് നമ്മളെ എന്നതാകുമോ? ഇതാണ് യേശു ചോദിച്ചത്.
യേശുവിന്റെ ശരീരമാണ് അവന്റെ സഭ. അവന്റെ സഭയെ ഉപദ്രവിച്ചാൽ അവനാ വേദനിക്കുന്നു. ദൈവസഭ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. അതുകൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് വശം പറ്റി, ഇതാരാണ്? അവൻ ഈ വെളിച്ചവും കണ്ട് ശൗലേ ശൗലേ എന്നുള്ള വിളികളെ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് ഇടപെട്ടവൻ മുകളിലുള്ള പാർട്ടിയാണ്, സ്വർഗീയനാണ്, സൃഷ്ടിതാവായ ദൈവ താൻ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആരാധനയുടെ ആ യഥാർത്ഥമായിട്ടുള്ള സർവശക്തനായ ദൈവമാണെന്ന് മനസ്സിലായി. താൻ ചോദിച്ചതോ നീ ആരാകുന്നു എന്നല്ല ചോദിച്ചത്, പിന്നെയോ നീ ആരാകുന്നു കർത്താവ്. ശൗലിനെ പോലെയുള്ള ഒരു പരീശൻ, ശൗലിനെ പോലെയുള്ള ഒരു വേദപണ്ഡിതൻ കർത്താവ് എന്ന് ഒരുത്തനെ വിളിക്കുകയില്ല, യഹോവയല്ലാതെ ഒരുത്തനെ കർത്താവ് എന്ന് വിളിക്കുക. നീ ആരാകുന്നു ലോർഡ്, നീ ആരാകുന്നു യാവേ, നീ ആരാകുന്നു യഹോവ എന്നാ ചോദിച്ചത് മൂലഭാഷയിൽ. നീ ആരാകുന്നു യഹോവേ എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി ഉണ്ടായത്? കർത്താവ് അവനോട് എന്ന് പറഞ്ഞാൽ യാഹ്വേ, യാവേ അവനോട്, യാവേ സൺ, ഐ ആം ജീസസ്. ഹു ആർ യു യാവേ, നീ ആരാകുന്നു യഹോവേ, ഹു ആർ യു യാവേ എന്ന് ശൗലി ചോദിച്ചപ്പോൾ യാവേ സൺ, യഹോവ സൺ, ഐ ആം ജീസസ്. യഹോവ പറഞ്ഞു ഞാൻ യേശുവാണ്. ഇനി ഇവിടുത്തെ ബന്ധക്കോസ്, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ബന്ധക്കോസുകാര് എന്ന് മനസ്സിലാക്കി ആ ഏക ദൈവം തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട് വന്നതെന്ന്. ഇതാണ് നമ്മുടെ സുവിശേഷം. ഈ സുവിശേഷത്തെ കുറിച്ചാണ് നമ്മൾ പ്രാരംഭത്തിൽ നമ്മുടെ ടിൻഡുവിനോട് കേട്ടത്. ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോ പിതാവും പുത്രൻ രണ്ട് വ്യക്തികളല്ല, പരിശുദ്ധൻ തന്നെയാണ്. ആ പിതാവ് പുത്രനും എന്ന് പറഞ്ഞാൽ, പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം കുഞ്ഞാടെന്നാണ്, മറ്റൊരു അർത്ഥം വീണ്ടെടുപ്പുകാരെന്നാണ്, മറ്റൊരു അർത്ഥം രക്ഷകനെന്നാണ്. ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയും ദൈവവും രണ്ട് വ്യക്തികളല്ല. ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയെ എടുത്തുകൊണ്ട് മറ്റൊരാളാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ വിഡ്ഢി ലോകത്തിൽ നിന്ന് വേർവിട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. കാരണം യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന്, യേശുവിനെ യഹോവ എന്ന് ഏറ്റു പറയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:16 വായിച്ചേ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേര് വംശവും ശുദ്ധമായ ഉദയനക്ഷത്രവും. ദാവീദിന്റെ പേര് വംശം നമുക്കറിയാവുന്നതാ അല്ലേ? ഒരു വൃക്ഷത്തിന്റെ വേരെന്ന് പറഞ്ഞാൽ ഈ വേരിൽ നിന്നാണ് ഇതിന്റെ തടി ഉണ്ടാകുന്നത് അല്ലേ? ആ വൃക്ഷത്തിന്റെ വേരും രണ്ടല്ല, ആണോ? ഈ വൃക്ഷത്തിന്റെ വേരിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാണ് ഈ തടി, അതിന്റെ കൊമ്പുകൾ. അവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ച് എടുത്ത് കാണിക്കുന്നതോ ഞാൻ ദാവീദിന്റെ വേരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ദാവീദിനെ ഇങ്ങോട്ട് മുളപ്പിച്ചു കൊണ്ടുവന്ന പിതാവാണ് ഞാൻ. ദാവീദിന്റെ പിതാവും പിന്നെ വംശം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാവീദിലുണ്ടായ വംശം, തലമുറ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദാവീദിന്റെ അപ്പനാണ്, അപ്പോൾ തന്നെ ദാവീദിന്റെ മകനുമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഈ അപ്പനും മകനും രണ്ട് വ്യക്തികളാണോ? അല്ല. മനുഷ്യന്റെ ചിന്തയിൽ അപ്പനും മകനും രണ്ട് വ്യക്തികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പെന്തക്കോസുകാരല്ല ഇവിടെ തലയെ കുത്തി നിൽക്കുന്നത്. അപ്പനും മകനും രണ്ട് വ്യക്തികളല്ലേ? ശരിയാ. അപ്പന് തന്നെ തന്റെ മകനാകാൻ കഴിയുമോ? മകന് തന്നെ തന്റെ അപ്പനാകാൻ കഴിയുമോ? ഇല്ല. അത് തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കഴിയില്ല. മനുഷ്യന് കഴിയില്ല. മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ളതെല്ലാം നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് തന്നെ തന്റെ മകനായിട്ട് വരാൻ കഴിയും. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ ഇവിടെ കടന്നു വരാൻ കഴിയും. വായിച്ചു. നമ്മൾ വചനത്തിൽ ഇല്ലാത്തൊന്നും പറയണ്ട. യോഹന്നാൻ 3:13 വായിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ സ്വർഗം കാലിയല്ല. അവിടെ ആരുണ്ട്? ഈ ഇറങ്ങി വന്ന പാർട്ടി തന്നെ അവിടെ ഉണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആര് സ്വർഗത്തിൽ? അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ അവൻ ഇവിടെ ഉണ്ട്. സ്വർഗം കാര്യമില്ല. അപ്പം യേശു ദൈവമാണെങ്കിൽ യേശു ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്വർഗം കാര്യമാണോ എന്ന് ചോദിക്കുന്ന മാന്യന്മാരും ഉണ്ട് കേട്ടോ. ദൈവം ആരാണ്?
ദൈവ ആത്മാവാണ്. അവൻ അടുത്തുകൂടാത്ത വിളിച്ചു ദോഷിക്കുന്നവനാ. നീ പിന്നെ ആകാശത്തിൽ ആ പാതാളത്തിൽ നിന്റെ കിടക്ക പിരിച്ച അവിടെ ഞാനുണ്ട്. നീ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും ഞാനുണ്ട്. ഹല്ലേലൂയ. അവൻ സർവ്വവ്യാപിയാണ്. അവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോഴും യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോഴും യേശു എവിടെയുണ്ട്? സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ നടുവിലുണ്ട്. ഒന്ന് വായിച്ചപ്പോൾ വായിച്ച 7:17 വെളിപ്പാട് പുസ്തകം. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട്, സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച്. അവൻ സിംഹാസനത്തിന്റെ നടുവിൽ ആരായിരിക്കുന്നത്? കുഞ്ഞാടാണ്. അവൻ കുഞ്ഞാടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവവും കുഞ്ഞാടുമായവനാ. നമ്മൾ ആരാധിക്കുന്നവരാ. അതല്ലേ യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. നമ്മള് ആരാധിക്കുന്നത് ആരെയാ? സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പൊ നമ്മുടെ പുത്രനെ ആരാധിക്കുന്നത് ശരിയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പിതാവ്, വേറൊരു പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധക്കോസ് പണ്ഡിതന്മാർ നടക്കുക, നെഞ്ചും പിരിച്ച് ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് രണ്ടുപേരാണെന്ന് പറഞ്ഞു നടക്കുക. യേശു പറയും, എന്നെ കണ്ട ഒരു പിതാവിനെ കണ്ടിരിക്കുന്നു, വേറെ പിതാവിനെ കാണിച്ചു തരാൻ. പിന്നെ വേറെ എങ്ങനെ കാണിച്ചു? അങ്ങനെ ഉണ്ടോ? വേറെ എങ്ങനെ കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ടോ? ആ, പിന്നെ വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? എവിടെയാ? യോഹന്നാൻ 14-ാം അധ്യായം വായിച്ചു. ആ ഫിലിപ്പോസിനോട് പറയുന്നു, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞാൻ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നു. മതി. ഫിലിപ്പോസിന്റെ പോസൊക്കെ കണ്ടാൽ തോന്നും എല്ലാം ഭയങ്കര വണ്ടിയാണ്, പക്ഷെ ഒരു ചുറ്റും അറിയത്തില്ല. ഫിലിപ്പോസിന്റെ പറഞ്ഞു, പിതാവിനെ ഞാൻ കാണിച്ചു തന്നാൽ എന്നാ ഞങ്ങൾക്ക് മതി. ഫിലിപ്പോസിനെ കാണിച്ചു തരണമെന്ന് യേശു എന്താ പറഞ്ഞത്? ഇന്നത്തെ തൃത്വ ബന്ധക്കോസുകാരുടെ അഭിപ്രായ പ്രകാരം പിതാവിനെ കാണിച്ചു തരാൻ പറയുമ്പോൾ എന്ത് പറയണം? തൃത്വക്കാരുടെ അഭിപ്രായ പ്രകാരം എന്ത് പറയണം? നീ വിഷമിക്കണ്ട, നമുക്ക് ഇവിടെ വെച്ച് പിതാവിനെ ഒന്നും കാണാൻ പറ്റുകയില്ല, പിതാവിനെ ആർക്കും കാണാൻ പറ്റുകയില്ല, അടുത്തുകൂടാത്ത വിളിച്ചിട്ട് വെച്ചാൽ നമുക്ക് നിത്യത ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാമെന്നാണ്. അങ്ങനല്ലേ പറയേണ്ടത്? യേശു എന്താ പറഞ്ഞത്? നീ എന്താ ഫിലിപ്പോസ് ചോദിക്കുന്നത്? ഞാൻ ഇത്രയും നാളും നിന്നോട് കൂടി നീ എന്നെ അറിയുന്നില്ലയോ? പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ നീ എന്നെ അറിയുന്നില്ലയോ? അതിന് തൃത്തക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തന്ത്രമുണ്ട് കേട്ടോ. അതാണ് പിശാചിന്റെ കൊടും തന്ത്രം എന്ന് പറയും. എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരല്ലേ? ബൈബിൾ എന്താ പറയുന്നത്? നീ അപ്പനെ അമ്മയുടെ വിറ്റല്ല കേട്ടോ, ഭാര്യയോട് പറ്റിച്ചേരും. അവിടെ ഒരു ചായ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് ചായയൊക്കെ വന്നു പോകും. അത് പ്രായത്തിന്റെ, അതുകൊണ്ട് നിങ്ങൾ കണക്കാക്കണ്ട. ചില വാക്കുകളൊക്കെ പക്ഷിക്കാൻ. നിങ്ങൾ അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തരും. അങ്ങനല്ല ബൈബിളിൽ. ഭാര്യയും ഭർത്താവും, യേശു നമുക്കറിയ തൃത്വപണ്ഡിതന്മാരി എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ഒരു ദേഹമാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, എന്നാലും ഒന്നാണോ? രണ്ടും രണ്ടല്ലേ? അപ്പോൾ ഒന്നാണ് രണ്ടും രണ്ടാണ്, ഒന്നാണ് രണ്ടും രണ്ടാണ്. ഇതാണ് അവരെടുക്കുന്ന ഉപായം, തന്ത്രം. അങ്ങനെയാണെങ്കിൽ യേശു അങ്ങനെയാണോ പറഞ്ഞത്? പിതാവിനെ കാണിച്ചു തന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്തുവാ? ഞാൻ ഇത്രയും കാലം നിന്നോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭാര്യയും ഭർത്താവ് ഒന്നാണ്, അപ്പോൾ രണ്ടാണെന്ന് പറയുന്ന ഈ തൃത്വപാഷന്മാർ എന്ത് പറയണം? പിതാവിനെ കാണിച്ച എന്ത് പറയണം? ഞാൻ ഭാര്യ കണ്ടിട്ടില്ലല്ലോ, പിന്നെ തോമാച്ച ഭാര്യ കണ്ടിട്ടില്ല, മാർക്കോസ് ലൂക്കോസ് ഭാര്യ കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു തന്നെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയേണ്ടത്? ഞാനിവിടെ നേരെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യ കാണിച്ചു തന്നത്, ഞാൻ ഭാര്യ ഒന്നാമത്, എന്നെ കണ്ടവൻ ഭാര്യ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്നു. ഇങ്ങനെ പറയാൻ ഈ മാന്യന്മാർക്ക് പറ്റുമോ? ഇല്ല. തൃത്വവും ത്രിയേകവും പിശാചിന്റെ വലിയ കൊടുംചതിവാണ്. സത്യദൈവത്തിലേക്ക് നമ്മളെ കടത്തിവിടുവാൻ തടസ്സകരമായി ലോകത്തെ ചുറ്റിയിരിക്കുന്ന, പിശാചുകളെ ചുറ്റിയിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയാണ് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയും. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിലെ ഉണ്ടാക്കിയിരിക്കും. വലിയ കഷ്ടമാണ് കേട്ടോ, വലിയ കഷ്ടമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകം തുറന്നു നോക്കിയാൽ നമുക്ക് ഒരൊറ്റ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ, അത് കർത്താവായ യേശുവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിന്റെ അടുക്കൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇറങ്ങിച്ചെന്നാൽ യേശുവാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ അബ്രഹാം മമ്പ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ 3 പുരുഷന്മാർ കടന്നു വന്നു. അതിൽ 2 പേര് ദൈവത്തിന്റെ ദൂതന്മാരും
ഒരുവൻ യഹോവയുമായിരുന്നു. വേണമെങ്കിൽ ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷമായി വെയിലുറച്ചപ്പോൾ അവൻ തലമൊക്കി നോക്കുക. ഈ തലമൊക്കി നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥം കേട്ടോ. നമ്മൾ കാണുന്ന അങ്ങ് നോക്കുകയല്ല, തലമൊക്കി നോക്കണം, വിദൂരതയെ നോക്കണം. അവൻ തലപൊക്കി. അബ്രഹാമിനോട് ദൈവം വിളിച്ചവൻ പറഞ്ഞിട്ടോ നീ തലപൊക്കി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പിന്നെ തലപൊക്കി തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. 1 പിതാവ്, 2 പുത്രൻ, 3 പരിശുദ്ധാത്മാവ്. അങ്ങനെയാണോ? വായിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ 3 പേരെ കണ്ടിട്ടും അബ്രഹാം വിളിച്ചതാരാ? എങ്ങനെയാ? യജമാനെ. കാരണം അബ്രഹാമിന് മനസ്സിലായി ഇത് ആരാണെന്ന് മനസ്സിലായി, ആരുടെ വരവാണെന്ന് മനസ്സിലായി, വ്യക്തമായി വെളിപ്പാട് കിട്ടി. യജമാനെ എന്ന് വിളിച്ചു. 3 പേരുണ്ടായിരുന്നു. ഈ 3 പേര് അബ്രഹാമായിട്ട് അതിൽ യഹോവയായ ദൈവം സംസാരിക്കുന്നു. അതിന്റെ 22-ാം വാക്യം വായിച്ചു. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുക, സമയം മുൻപോട്ട് പോയി. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു. അപ്പൊ പുരുഷന്മാർ തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ആ 3 പേരിൽ ഒരാൾ ആരായിരുന്നു? യഹോവയായിരുന്നു. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഇനി 2 പേര് സോദോമിലേക്ക് പോയി. ആ 2 പേര് ആരാണെന്ന് 19 ഒന്ന് വായിച്ചേ. അപ്പൊ ആ 2 പുരുഷന്മാർ, അവർ 2 പേര് ദൂതന്മാരായിരുന്നു. 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. മതി. അപ്പൊ ഇവര് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നുമല്ല, ആണോ? യഹോവയായ ദൈവവും 2 ദൂതന്മാരുമായിരുന്നു. അല്ലേ? ഇത് യേശു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലേ? യേശു എന്താ പറഞ്ഞത്? അബ്രഹാം ഈ പരീശന്മാരുമായിട്ടുള്ള സംഭാഷണത്തിൽ വായിക്കണ്ട, 8-ാം അധ്യായത്തിലാണ്. വായിക്കണ്ട കേട്ടോ, ഇപ്പൊ വായിക്കാൻ സമയമില്ല, കുറച്ച് മുൻപോട്ട് പോയി. അപ്പൊ 8-ാം അധ്യായത്തിൽ പറയുന്നതുവാ, പരീശന്മാരെന്നെ ചോദിച്ചു, നീ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് 50 വയസ്സായിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെ അബ്രഹാം? പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ച് സന്തോഷിച്ചു. അവൻ കണ്ടു. ഏത് സംഭവമാണ്? ഈ മമ്രയുടെ തോപ്പിലേക്ക് യേശു ക്രിസ്തു കടന്നു ചെന്നതിനെ കുറിച്ചാണ്. അബ്രഹാം ആര് വരുന്നത് കാണുമെന്നാ? മശിയാഹ്. യഹോവ അബ്രഹാമിന്റെ അടുക്കൽ കടന്നു വരുന്നത് കാണും. അതിനുവേണ്ടിയാണ് അവൻ ഈ മമ്രയുടെ തോപ്പിൽ അവന്റെ എപ്പോഴുമുള്ള നോട്ടം എന്തായിരുന്നു? ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. അവൻ വളരെ ദീർഘവീക്ഷണത്തോടെ നോക്കുകയാണ്. നോക്കിയപ്പോൾ കടന്നു വന്നു. അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. അവൻ കണ്ടുമിരിക്കുന്നു എന്നാണ്. അവർക്ക് അരിശം വന്നില്ലേ? യേശു ക്രിസ്തുവിനെ കല്ലെറിയാനായിട്ട് പലപ്പോഴും ഒരുങ്ങിയ സംഭവം നമുക്കറിയാം. ഒരിക്കൽ അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ദൈവപുത്രൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ദൈവം തന്നെ പുത്രത്വം എടുത്ത് വന്നവൻ എന്നാണ്. ഉടനെ അവന് കല്ലെടുത്തു. ഉടനെ യേശു ചോദിച്ചു, നിങ്ങള് എന്നെ എന്തിനു വേണ്ടി എറിയാൻ കല്ലെടുത്തു എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കി. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അബ്രഹാം ആ മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ കടന്നു ചെന്ന ആ യഹോവ ആരായിരുന്നു എന്നാ യേശു പറയുന്നത്? അത് ഞാനായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം വിഡ്ഢിത്തത്തിന്റെ, ഭോഷത്വത്തിന്റെ ബാബിലോണിൽ നിന്ന് ഒരു കൊലപാതകനായിരിക്കുന്ന കുസ്തന്തീനോസ് കൊണ്ടുവന്ന തൃത്വം വിശ്വസിക്കുന്നവരല്ല, ത്രിയേകം വിശ്വസിക്കുന്നവരല്ല. അത് നമുക്ക് വേണ്ട. നമുക്ക് ഒരുവനെ വേണം, അത് യേശുവിനെയാണ്. യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട യേശുവിന്റെ മകലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. യേശുവിൻ നാമം മനോഹരം, കായത്ര മാധുര്യം, വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ടതെല്ലാം യേശു ക്രിസ്തുവിന്റെ സർവശക്തനായ ദൈവത്തിന്റെ താൽക്കാലിക പ്രത്യക്ഷത, അവന്റെ ഒടുവിലത്തെ പ്രത്യക്ഷത യേശുവാണ്. അല്ലേ? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരവുമായി യേശുവിനെ വസിക്കുന്നത്. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ
അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ് യേശു. അങ്ങനെ ബൈബിളിലെ കൊലോസ്യർ നമ്മൾ വായിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. അദൃശ്യനായ ദൈവത്തെ അന്നും ഇന്നും കാണണമെങ്കിൽ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ദൈവത്തിന്റെ ഒരു ഫോട്ടോ എടുത്താൽ, ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുത്താൽ തെളിഞ്ഞു വരുന്ന ആരായിരിക്കും? യേശുവിനെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ അത്ര ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യേശു പറയാ, ആ ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നു പൊങ്ങി വീഴുന്ന ഇരിക്കുന്ന കർത്താവ് ഞാനായിരുന്നു. എവിടെ വായിക്കാൻ കഴിയും? യോഹന്നാൻ 12-ാം അധ്യായം. ഹല്ലേലൂയ. അത് യേശുവായിരുന്നു പറയും. അപ്പൊ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കടഞ്ഞെടുത്താൽ കിട്ടുന്ന ഒരേ ഒരു ദൈവം, നാം ആരാധിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, അവൻ കുഞ്ഞാടായി കടന്നു വന്ന് നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ യേശുവിനെ മാത്രമാണ്. ഹല്ലേലൂയ. ഇവനെ അറിയുവാനുള്ള ഭാഗ്യം തന്നത്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, അവരാരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു, തേജസ്സിന്റെ യഹോവയെ ക്രൂശിക്കുകയില്ലായിരുന്നു. വലിയ ഭാഗ്യവതിയിലാണ് നമ്മൾ ഭാഗ്യമുള്ളവരാണെന്നേ. ഇനി ആരും ഭക്ഷണമായി പോകരുത്, ആരും തെറ്റിപ്പോകരുത്, ആരെയും ദുഷ്ടം ചതിക്കരുത്. അല്ലെങ്കിൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്, വശീകരിക്കരുത്, ചതിക്കരുത്. ഏകദൈവത്തിന് വേണ്ടി തന്നെ നിന്നോ. ഏകദൈവത്തെ ഉയർത്തിക്കൊണ്ട്, അതാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. യേശുവിന്റെ വചനങ്ങളാൽ എല്ലാവരെയും അനുകരിക്കേണ്ട ഈ അവസരം